അച്ഛാ ഒന്നിങ്ങോട്ട് വരുവാ. എന്നാ നേരത്താ എന്നാ ഇങ്ങുവാ. എന്നാ കാര്യം പറ. ആ ചെടിന്ന് നേരത്തെ ഒരു ചെങ്കമാലി വിരിഞ്ഞു ഉണ്ടായിരുന്നു. ഏത് ചെടി എന്നാ നോക്കേ. ഇങ്ങുവാ. എവിടെ? ഇന്നലെയൊക്കെ കുറേ ഉണ്ടായിരുന്നല്ലോ. ആ ഇതാ. ഏത് ചെടി? ഇത്. ആ എന്നാ അതിനകത്ത് ഉണ്ടോ നോക്ക്, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. എവിടെ എവിടെ? അതാ. ഓക്കെ ഓക്കെ ഇതാ. അപ്പം നമുക്കിതൊന്ന് തപ്പി നോക്കാം അല്ലേ. ഓക്കെ ഇതാ 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 വേറൊന്ന് ഇതാ. ആ ഇതാ ഇതാ ഉണ്ടോ? എന്നാ പറയട്ടെ, ഒരെക്സുയും കൂടിയുണ്ട്. ഓക്കെ ഇടിയടി ഞാൻ നേരത്തെ അതാ ഒരു പ്യൂപ്പയും കൂടെ. ഒരു പ്യൂപ്പ ഏതാ? ആ ഇതാ 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 ഒരു എക്സൂവ് ഇതാ. ഇതാ ഒരു പ്യൂപ്പ. രണ്ട്. ആ ഇതാ ഒരു പ്യൂപ്പ. ഇത് വേറൊരു പ്യൂപ്പ ഇതാ. അതാ അതിൻ്റെ തന്നെയാണ്. എടാ ഇത് കുറേ ഉണ്ടല്ലോ. ഫുള്ള് നോക്കണം ഈ ചെടി. നോക്ക് നോക്ക്. എന്താ ഇതാ ഒരു പ്യൂപ്പ. ആ ഇത് എക്സൂവിയം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്യൂപ്പ എടുത്തു വെക്കാം. ഓക്കെ ഞാൻ ബോക്സ് എടുത്തിട്ടിരുന്നേ. ഇപ്പോൾ നമ്മൾ ഈ പ്യൂപ്പേനെ റെയർ ചെയ്യിക്കാൻ വേണ്ടി എടുക്കാം. ഇതല്ലേ ഒരു പ്യൂപ്പയും കൂടി ഉണ്ടല്ലോ ഈ ഭാഗത്തറിയോ? ഇതാ ഇതാ അത് എക്സൂവിയോ. ഓക്കെ ഓക്കെ ആ ബോക്സ് എടുത്തേ. ഓക്കെ നമസ്കാരം. ഇപ്പോൾ ഇത് ഈ ഒരു ചെടി, ഇത് കലാഞ്ചോസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഒരു നമ്മുടെ ഇലച്ചെടിയാണ്, പക്ഷെ നല്ല പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നൊരു തരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് മറ്റൊരു വെറൈറ്റിയാണ് കലാഞ്ചോസിൻ്റെ, പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ആയിട്ടില്ല ഇതുവരെ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയ സമയത്ത് ഞാനിതുപോലെ ഇതിൻ്റെ ഇലകൾ, ഇപ്പോൾ നമ്മളെപ്പോഴും രാവിലെ എണീറ്റ് നോക്കാറുണ്ട്. ഇതിൻ്റെ ഇലകൾ ഇത് നല്ല കട്ടിയുള്ള ഇലയാണ്, നല്ല കട്ടിയുള്ള ഇതുപോലെയുള്ള ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല നട്ടിട്ടാണ് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ ഒരു ഭാഗം ഈ രീതിയിൽ ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാം നമുക്ക്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് ഇവിടെ നമുക്ക് ഏതോ ഒരു ഇൻസെക്റ്റിൻ്റെ ലാർവയുടെ കാഷ്ടം നമുക്ക് കാണാം. ഇതേപോലെ കാണാം. അപ്പം അങ്ങനെ നോക്കിയ സമയത്താണ് ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പല ഇലകളും ഈ രീതിയിൽ ഇതേപോലെ അതിൻ്റെ ക്ലോറോഫിലെല്ലാം കഴിച്ച് ഇട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ പൂമ്പാറ്റകളെ നമ്മൾ നിരീക്ഷിക്കാറുണ്ടായി, നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലായിട്ട് നമുക്കൊരു 5-8 നമ്മുടെ റെഡ് പിയറട്ട് അഥവാ ചെങ്കോമാളി എന്ന പേരുള്ള നമ്മുടെ കോമൺ ആയിട്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്നൊരു പൂമ്പാറ്റയാണ്. ചെറിയ പൂമ്പാറ്റയാണ്, മനോഹരമായിട്ട് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ചെങ്കോമാളി കുറേ എണ്ണം ഇതിൻ്റെ അടുത്ത് പറക്കുന്നുണ്ടായിരുന്നു, ഈ പല ചെടികളുടെ അടുത്ത്. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് എവിടെയെങ്കിലും ഉണ്ടാകാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം നമുക്കൊരു ചെങ്കോമാളി വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള, അതായത് വിരിഞ്ഞ് പുറത്ത് വന്ന ഉടനെ ഉള്ളൊരു പൂമ്പാറ്റയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് സെർച്ച് ചെയ്തു. അങ്ങനെ ഇവിടെ നോക്കിയ സമയത്താണ് ഈ ഒരു ചെടിയിൽ ഒരുപാട് ചെങ്കോമാളിയുടെ പ്യൂപ്പകൾ ഇതേപോലെ കാണാം. ഒന്നിതാ ഏതാണ്ടൊരു 10-15ഓളം പ്യൂപ്പകളുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നോക്കി എടുത്തു വെച്ചാണ് ഈ പ്യൂപ്പകൾ. അപ്പോൾ മോളോട് ഇപ്പോഴാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് കാണാം പല സ്റ്റേജിലുള്ള പ്യൂപ്പകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പ്യൂപ്പയാണ്. ഏതാണ്ട് വിരിയാനായിട്ടുള്ള പ്യൂപ്പകൾ നമുക്കിതിൽ കാണാം. അപ്പോൾ ഈ പ്യൂപ്പ ഏതാണ്ട് വിരിയാനായിട്ടുള്ള ഒരു പ്യൂപ്പയാണ്. കാരണം അതിൻ്റെ ചിറകിൻ്റെ പാറ്റേണും അല്ലെങ്കിൽ ചിറകിൻ്റെ ആ കുറച്ച് അടിയിൽ നല്ല ഡാർക്ക് കളറേഷൻ കാണുന്നുണ്ട്, വിങ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതും ഏതാണ്ട് വിരിയാനായിട്ടുള്ള പ്യൂപ്പകളാണ്. അപ്പോൾ ഏതാണ്ട് 8ഓളം പ്യൂപ്പകൾ നമ്മളിപ്പോൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് എവിടെയൊക്കെ പല പ്യൂപ്പകളും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ പ്യൂപ്പകളെ ഒരിക്കലും നശിപ്പിച്ച് കളയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ചെടി നട്ട ഒരാളെ സംബന്ധിച്ച് ഇത് ചെടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതൊരു പൂമ്പാറ്റ കൂടെയാണ്. പൂമ്പാറ്റകൾക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള റോളുകളൊക്കെ നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഈ പ്യൂപ്പകളെ തന്നെ വിരിയും. ചില സമയങ്ങളിൽ വല്ല കിളികളൊക്കെ കൊത്തി ആ പ്യൂപ്പയെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും
പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് പഠിക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ട് ആ പ്യൂപ്പകളെ നമ്മൾ പറിച്ചെടുത്ത് ചെറിയൊരു കണ്ടെയ്നറിൽ വെക്കുകയാണ്. എന്നിട്ടത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വിരിഞ്ഞ് പുറത്തേക്ക് അതിനെ തുറന്നു വിടും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഇപ്പോൾ നമുക്കിവിടെ ബാക്കി ഈ ചെടിയിൽ എത്ര പ്യൂപ്പകളുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്യൂപ്പ കാണാം. നമുക്ക് ഈ ഇല മുഴുവനായിട്ട് എടുക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഇല നട്ടാൽ മുളയ്ക്കുന്ന ഒരു ചെടിയാണിത്. ഇപ്പം ഇത് ഏതാണ്ട് ഇതിൻ്റെ ലാർവയെ കാണിച്ചു തരാം. ലാർവ ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൽ. ഇപ്പം എല്ലാം തന്നെ പ്യൂപ്പയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏതാണ്ട് 10ഓളം പ്യൂപ്പകളായിട്ടുണ്ട്. ഈ ഒരു ഇല കണ്ടാൽ നമുക്കറിയാം. ഈ ഇലയുടെ ഇതിൻ്റെ അകത്താണ് പുഴു ഉണ്ടാവുക സാധാരണ. അപ്പം അകത്ത് പുഴു ഉണ്ടാവും. ലാസ്റ്റ് ഇവിടെ മുട്ടയിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് പോയി. ഇപ്പോൾ കാരണം ഈ ഒരു ഇല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഇലയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള പാർട്ടാണ്. മാത്രമല്ല ഇതിനകത്ത് ക്ലോറോഫിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. അപ്പം ജലം നല്ലോണം സംഭരിക്കുന്നൊരു ചെടിയാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇലയാണ്. അപ്പോൾ ആ ഇലയുടെ 2 ഭാഗങ്ങളും അതിൻ്റെ ഇടയിലുള്ള ആ ക്ലോറോഫില്ലും ഭാഗങ്ങളെല്ലാം ഇതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് കഴിച്ചിട്ട് അതിൻ്റെ കാഷ്ടമൊക്കെ ഇതിനകത്ത് നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ അഗ്രഭാഗം ഇതുപോലെ പേപ്പർ പോലെയാണ്. ആ കട്ടിയുള്ള ഇല ഈ രീതിയിലേക്കാക്കി അതിൻ്റെ അതായത് അപ്പർ പാർട്ടിലും ലോവർ പാർട്ടും ഡോർസൽ പാർട്ടിലും വെൻട്രൽ പാർട്ടിലുള്ള ഇലയുടെ ഭാഗങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള പ്യൂപ്പകളെ കൂടെ പറിച്ചെടുക്കുകയാണ്. ഇതൊരു പ്യൂപ്പയാണ്, പോയതാണ്. ഇവിടെ ഇതാ ഒരു പ്യൂപ്പ, പറഞ്ഞു പോയ ഒരു പ്യൂപ്പ. ഇലകളുടെ അടിയിലാണ് സാധാരണ ഇത് പ്യൂപ്പ ഉണ്ടാവുക. കണ്ട് 10ലധികം പ്യൂപ്പകൾ ഇതിനകത്ത് നമുക്ക് കാണാം. അപ്പം ഇതിൽ ചില പ്യൂപ്പകളൊക്കെ വിരിയാനായിട്ടുണ്ട്. അപ്പം ഇതിനെ വിരിയിച്ച് നമ്മൾ പുറത്തേക്ക് വിടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പൂമ്പാറ്റകളെക്കുറിച്ച് കുട്ടികൾ നേരിട്ട് മോളിപ്പം സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പൂമ്പാറ്റകളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പൂമ്പാറ്റകളുടെ ജീവിതചക്രം ഇങ്ങനെയാണ്, രൂപാന്തരണം ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് പ്രകൃതിയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടികൾക്കും അതുപോലെ നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള സയൻസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഇപ്പം പ്രകൃതിയിലേക്ക് നോക്കാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന വീഡിയോസൊക്കെ ഇതിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.